ഹായ് ഫ്രണ്ട്സ്, ഇന്ന് എത്തിയിരിക്കുന്നത് കണ്ടുകുറുമ്പക്കാവ് ഭഗവതി ക്ഷേത്രത്തിലേക്കാണ്. നമ്മളെ പൊന്നാനിയിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് കണ്ടുകുറുമ്പക്കാവ് ഭഗവതി ക്ഷേത്രം എന്ന് പറയുന്നത്. അത് മനോഹരമായിട്ടുള്ള ക്ഷേത്രമായിരുന്നു. പണ്ട് കാലത്ത് തന്നെ ഉള്ളൊരു ക്ഷേത്രമാണ്. പണ്ട് ഇപ്പോൾ നാഷണൽ ഹൈവേ ഇതിലൂടെ പോകുന്നത് കൊണ്ട് തന്നെ ക്ഷേത്രത്തിൻ്റെ അടുത്തേക്കായി പോയി ഈ റോഡ് പോകുന്നത്. ആദ്യം എന്ന് പറഞ്ഞാൽ ക്ഷേത്രം ഒരു പാടത്തിൻ്റെ തൊട്ട നടുവിലായിട്ടാണ് നമുക്ക് കാണപ്പെടാൻ കഴിയുന്നത്. അത് കാണാൻ തന്നെ നല്ല മനോഹരമായിട്ടൊരു കാഴ്ചയായിരുന്നു. ഇപ്പോഴും ക്ഷേത്രത്തിൻ്റെ മനോഹരത കുറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷേ ആദ്യം തന്നെ നമ്മൾ പാടത്തിലൂടെ കുറച്ചങ്ങോട്ട് പോയതിന് ശേഷം മാത്രമായിരുന്നു ക്ഷേത്രത്തിൻ്റെ അടുത്തെത്താൻ പറ്റുന്നത്. ഇതിപ്പോൾ കുറച്ചും കൂടി അടുത്തേക്ക് ആലിൻ്റെ അടുത്തേക്ക് എത്തിപ്പോയി എന്ന് മാത്രമേ പറയാനുള്ളൂ. എന്നാലും നല്ല മനോഹരമായിട്ടുള്ള ക്ഷേത്രം തന്നെയാണ്. പഴയ ഒരു ഐതിഹ്യങ്ങളൊക്കെ നിലനിൽക്കുന്ന ക്ഷേത്രമായതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിലെ ഉത്സവം ഇന്നലെ തുടങ്ങിയിട്ടുണ്ട്. ഇനി 7 ദിവസം വരെ ഉത്സവമായിരിക്കും. ഉത്സവത്തിൻ്റെ പരിപാടികൾ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ ഇതിലൂടെ പാസ് ചെയ്തത്. അപ്പോൾ നമ്മൾ പാസ് ചെയ്ത സമയത്ത് നമ്മൾ നേരെ പോയി ക്ഷേത്രത്തിൽ പോയി തൊഴുത് പോന്നു. മനോഹരമായിട്ടുള്ള ക്ഷേത്രം തന്നെയാണ്. അത്യാവശ്യം നല്ല രീതിയിലൊരു പാടത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ്. നമ്മളെ പൊന്നാനി ഇതിൻ്റെ അടുത്ത് നിന്നൊരു 1-1.5 കിലോമീറ്ററിൻ്റെ അടുത്ത് ആയിട്ടാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അതും ഇപ്പോഴത്തെ നാഷണൽ ഹൈവേ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കാണാൻ നല്ല ഭംഗിയുള്ള ക്ഷേത്രം തന്നെ. നമുക്ക് നാഷണൽ ഹൈവേയിലൂടെ പോകുന്ന സമയത്ത് ഒന്ന് വണ്ടി അവിടെ ഒതുക്കിയതിന് ശേഷം ക്ഷേത്രത്തിലൊക്കെ ഒന്ന് വന്ന് കണ്ടു പോകാൻ പറ്റുന്ന ക്ഷേത്രമാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രത്യേകതയായിട്ടൊന്നും തോന്നിയെന്ന് വെച്ചാൽ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലാണ് ഈ മുല്ലപ്പൂ കാര്യങ്ങളൊക്കെ ഒന്ന് വിൽക്കുന്നത്. ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അതേപോലെ വണ്ടി അടക്കം ക്ഷേത്രത്തിൻ്റെ ഉൾക്കവാടങ്ങളിലേക്ക് അടക്കം എത്തുന്നുണ്ട്. അതൊക്കെ ഇവിടുത്തെ വലിയ പ്രത്യേകതയാണ്. ക്ഷേത്രത്തിൻ്റെ പുറം ഭാഗമാകുമ്പോൾ നമ്മൾ കാണുന്നത് ഓരോ ദിവസവും ആളുകൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ ജസ്റ്റ് ഇറങ്ങിയതാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഗുരുവായൂർ പോയി വരുന്ന സമയത്ത് ജസ്റ്റ് പൊന്നാനിയിലൂടെ ഞങ്ങൾ ഗുരുവായൂരിൽ ഇപ്പോൾ എന്താ വെച്ചാൽ നാഷണൽ ഹൈവേ നന്നാക്കുന്നത് കൊണ്ട് തന്നെ ഗുരുവായൂരിൽ നമുക്ക് വരാൻ ഏറ്റവും സുഖമുള്ളത് പൊന്നാനി ഭാഗത്തിലൂടെയാണ്. അപ്പോൾ അങ്ങനെ വന്നതാണ്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ കാണാനുള്ളൊരു അമ്പലം തന്നെയാണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അമ്പലം തന്നെയാണ് പൊന്നാനിയിൽ സ്ഥിതി ചെയ്യുന്ന കണ്ടുകുറുമ്പക്കാവ് ഭഗവതി ക്ഷേത്രം എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായും ഇതിലൂടെ പോകുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായും അത് കണ്ടു പോകാൻ ശ്രമിക്കുക. ഇന്ന് ഞാൻ പൊന്നാനിയിലുള്ള ഒരു അമ്പലത്തിലാണ്. അത് ഇവിടെ ഉത്സവം നടക്കുന്നത്. അത്യാവശ്യം മനോഹരമായിട്ടുള്ള അമ്പലം തന്നെയാണ്. പാടത്തിൻ്റെ നടുവിൽ അതുപോലെ നമ്മളെ നാഷണൽ ഹൈവേ പോകുന്ന സ്ഥലത്ത് തന്നെയാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. ഓടിക്കേണ്ടി വരുമോ? അതാക്കേണ്ടി വരുമോ?